നമുക്കറിയാം ജിൻഡു ഇപ്പം മനസ്സ് തുറന്ന് കുറച്ച് സംസാരിക്കുന്നത് രതീഷ് വന്നതിന് ശേഷം രതീഷിനോടാണ്. ഇന്നലെ വൈകിട്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന രതീഷ്, ജിൻഡു, നോറ, ശരണ്യ, ഋഷി ഇവരൊക്കെയായിരുന്നു. ആ സമയത്ത് ജിൻഡു പറയുകയുണ്ടായി, ഇനി അടുത്ത ആഴ്ച ഞാനിവിടെ പവർ ടീം പൊളിക്കുന്നതായിരിക്കുമെന്ന്. പവർ ടീം അടിച്ചു പൊളിക്കുമെന്നുള്ളതല്ല പറഞ്ഞത് കേട്ടോ, ജിൻഡുയുടെ കളി അവിടെ ഇറക്കും എന്നുള്ള രീതിയിലാണ് ജിൻഡു പറഞ്ഞത്. അതെന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, കണ്ടോണം ഇനിയുമായിരിക്കണം എൻ്റെ കളി വരാൻ പോകുന്നത്, വരുന്ന ആഴ്ചയായിരിക്കും. ഈ ആഴ്ച ഞാൻ അനങ്ങാതിരുന്നത്, ഈ ആഴ്ച പാവം പിടിച്ച് നിങ്ങളൊക്കെ ആയിരുന്നു, ശരണ്യയും അതുപോലെ സായിയും ഒക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അനങ്ങാതിരുന്നത്. എന്നാൽ അടുത്ത ആഴ്ച അങ്ങനെ ആയിരിക്കത്തില്ലെന്ന്. ജിൻഡു ഇത് പറയാൻ ഒരു കാര്യം കൂടെ. ആ ഒരു പവർ ടീമിലേക്കുള്ള ഒരു ടാസ്കിൻ്റെ സമയത്ത് ഇവർ പലരും പോയി ഓരോരുത്തരുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പം ജിൻഡോ ടണൽ ടീമിൻ്റെ അടുത്തും, ടണൽ ടീമാണ് ഇപ്പം വിജയിച്ച് വന്നിരിക്കുന്നത്, ടണൽ ടീമിൻ്റെ അടുത്ത് സംസാരിച്ചൊന്ന് ഇതാക്കിയായിരുന്നു, കുറച്ചൊന്ന് അയഞ്ഞു തരുവാണെങ്കിൽ നിങ്ങൾ എന്നെ പവർ ടീമിലേക്ക് എടുക്കുമോ എന്നുള്ള ഒരു ചോദ്യമൊക്കെ അവിടെ വന്നായിരുന്നു. ഇപ്പം പവർ ടീം ജയിച്ചു കഴിഞ്ഞപ്പോൾ അതായത് ടണൽ ടീം ജയിച്ചു കഴിഞ്ഞപ്പം ഇപ്പം ജിൻഡോയുമായിട്ട് അവർ സംസാരമില്ല, ജിൻഡോയെ അങ്ങ് തഴഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ജിൻഡോയ്ക്ക് അതൊരു വിഷമമായി. ജിൻഡോ ഒത്തിരി ആഗ്രഹിച്ചതാണ് പവർ ടീമിൽ ഇത്തവണ കയറണമെന്നുള്ളത്. എന്തായാലും കൊള്ളാം, ജിൻഡോ പവർ ടീമിലായിരുന്ന സമയത്ത് അതായത് അവിടെ കുറച്ചൊരു ഇളക്കം നടന്നത് നമുക്കറിയാം. സിബിനുള്ള സമയത്തായിരുന്നു പവർ ടീം എന്നല്ല, ബിഗ് ബോസ് വീടേയും ഒരു അനക്കം ഉണ്ടായത് ആ സമയത്താണ്. അന്ന് ജിൻഡോ ക്യാപ്റ്റനാണ്. ജിൻഡോ ഇത്തവണ പവർ ടീമിൽ കയറി എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിച്ചേനെ. ആ ഒരു വിഷമത്തിൽ തന്നെയാണ് പറയുന്നത്, ഞാൻ അടുത്ത ആഴ്ച ഒരു കലക്ക് കലക്കുന്നുണ്ട്, പൊളിച്ചടക്കും പവർ ടീമിനെ എന്നാണ് മുൻകൂട്ടി അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്തുണ്ട് സായി, ഋഷി ഇപ്പം കൂട്ടത്തിലുള്ളതാണ്, പവർ ടീമായിട്ട് തിരഞ്ഞെടുത്ത ടണൽ ടീമിലുള്ളതാണ്, പക്ഷേ ക്യാപ്റ്റൻ ആയിട്ടുണ്ട്. അപ്പം ഋഷി ഇപ്പം തന്നെ അവിടെ പറയും, ഇപ്പം തന്നെ അവരെല്ലാം കൂടെ അവിടെ അതിനുള്ള പ്രതിരോധിക്കാനുള്ള മരുന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും. നമുക്ക് കണ്ടറിയാൻ അടുത്ത ആഴ്ച എങ്ങനെയായി തീരുമാനം.